ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നതിലെ ആദ്യ പാഠഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ എന്നതിലെ പ്രവർത്തനങ്ങളാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയും അതിൻ്റെ ആശയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട 5ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ STD 5 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഇത് മക്കളെല്ലാവരും ക്ലാസ്സിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നല്ല ഈണത്തിൽ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കണേ. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം താഴെ കൊടുത്തിരിക്കുന്ന കളങ്ങളിൽ വരച്ച് പേരെഴുതുക. മുക്കുറ്റി, ജമന്തി, പനിനീർപ്പൂവ്, കൃഷ്ണകിരീടം, തുമ്പ, കോളാമ്പി, മുല്ല, വാടാമല്ലി എന്നീ പൂക്കളെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിങ്ങൾ നിറം കൊടുക്കണേ. അടുത്ത പ്രവർത്തനം നോക്കൂ. നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഈ പ്രവർത്തനവും മക്കൾ ക്ലാസ്സുകളിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണ്? മുക്കുറ്റിയെക്കുറിച്ചാണ് അല്ലേ? ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. ആദ്യം മുക്കുറ്റിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇനി തുമ്പകളെക്കുറിച്ചോ? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ജമന്തികളെക്കുറിച്ചോ? സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പിപ്പൂവിനെക്കുറിച്ച് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പനിനീർ പൂക്കളെക്കുറിച്ച് കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. മുല്ലകളെക്കുറിച്ചോ? രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. കൃഷ്ണകിരീടത്തെക്കുറിച്ച് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. വാടാപ്പൂവിനെക്കുറിച്ചോ? ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതൂ. ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ട്. ഈ പൂക്കളെയെല്ലാം ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. സദാസമയം ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലയാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. അലങ്കാരത്തിനായി നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾക്ക് അവരുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലകണങ്ങൾ എപ്പോഴും അലങ്കാരമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഈ പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാത്രിയെയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. ഏതിരുട്ടിലും പൂക്കളെ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പൂക്കളുടെ ഇത്രയും പ്രത്യേകതകളാണ് കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. P. മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായൊരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൂക്കളുടെ മനോഹാരിതയെയും സവിശേഷതകളെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായുമാണ് കവി കാണുന്നത്.
ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. കവിതയുടെ പേരെന്താണ്? മണ്ണിൻ്റെ കിനാവുകൾ. കവിയെക്കുറിച്ച് നിങ്ങൾക്ക് കവിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്നും എഴുതി കൊടുക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട കവികളിലൊരാളും അധ്യാപകനുമാണ് വി മധുസൂദനൻ നായർ. നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ. കവിതയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതണേ. പ്രധാന ആശയങ്ങൾ. കവിതയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? കവിതയിൽ ഓരോ പൂവിനെയും പല രീതിയിൽ വിവരിച്ചിരിക്കുന്നു. മുക്കുറ്റിപ്പൂവിനെ സ്വർണ്ണ നിറത്തിൽ ജനിച്ചു വീഴുന്ന പൊൻവെയിലായും, തുമ്പയെ നിലാവിൻ്റെ തൂവെള്ള നിറം നുകർന്ന പൂവായും, ജമന്തിപ്പൂവിനെ സന്ധ്യ തൻ്റെ നെഞ്ചത്തെടുത്ത് ലാളിച്ച് അതുപോലെ ചന്തമേറിയ പൂവായും, പനിനീർ പൂക്കളെ കാറ്റാകെ സുഗന്ധം പരത്തുന്ന പൂക്കളായും, മുല്ലപ്പൂക്കളെ രാത്രി പെറ്റ മക്കളായും, കൃഷ്ണകിരീടത്തെ രാജാവിൻ്റെ കിരീടം ധരിച്ച് മനോഹരിയായതായും, വാടാമല്ലികളെ ഭൂമി തൊട്ട പൊട്ടുകളായുമാണ് കവി കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പൂക്കളെയെല്ലാം തന്നെ ഭൂമി പെറ്റ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. നീലാകാശം എപ്പോഴും കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നവരും, ജലത്തുള്ളികളാൽ മനോഹരമായ മാല ചാർത്തുന്നവരും, ഏതു വെയിലിലും വാടാതെ നിൽക്കുന്നവരും, രാത്രിയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്നവരുമാണ് പൂക്കൾ എന്ന് കവി പറയുന്നു. സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതണം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ച ചന്തമാർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രം പോലുള്ള കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധം ചേറ്റി നിൽക്കുന്ന പനിനീർ പൂക്കൾ, രാത്രി പെറ്റ മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി തൊട്ട കുങ്കുമ പൊട്ടുപോലുള്ള വാടാമലരുകൾ. ഇതെല്ലാം പ്രയോഗങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മനോപടത്തിൻ്റെ സഹായത്തോടെ കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കൂ. വി മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായൊരു കവിതാഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് കവി പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ നിലാവു പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിരിയുന്ന നിറവുമായാണ് ജമന്തിപ്പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെയാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതൊരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി ഈ കവിതയിൽ കാണുന്നു. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന വരികളാണ് എനിക്ക് ഈ കവിതയിൽ ഏറെ ഇഷ്ടമായത്. ഈ വരികളിൽ പൂക്കളുടെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള കഴിവിനെയും മനോധൈര്യത്തെയും കവി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വരികൾ ഏറെ ഇഷ്ടമായത്. മനോഹരമായ ഈണത്തിലും താളത്തിലും ചൊല്ലാവുന്ന അർത്ഥവത്തായ നല്ലൊരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഗ്രൂപ്പ് പ്രവർത്തനമാണ് കേട്ടോ. ഓരോ പൂക്കളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും കണ്ടെത്തി എഴുതി അത് ചുമർ പത്രികയായി ക്ലാസ്സിൽ അവതരിപ്പിക്കണം.
മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലകളിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തൂ. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാ വാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. പൂക്കളെക്കുറിച്ചുള്ള ഒരുപാട് കവിതകൾ നമുക്ക് പുസ്തകങ്ങളിലും അതുപോലെ നെറ്റുകളിലും എല്ലാം ലഭ്യമാണ്. അത് കണ്ടെത്തി ഈ പ്രവർത്തനം ക്ലാസ്സിൽ ചെയ്യുമല്ലോ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്തിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് മക്കൾക്ക് ചെയ്യാനുള്ളത്. ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായോ? ഉപകാരപ്രദമായിട്ടുണ്ടോ? ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റു പാഠഭാഗങ്ങളുമായി നമ്മൾ വൈകാതെ വരുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്